ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. നമ്മളന്ന് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് തുടങ്ങുകയാണ്. ഇന്ന് മുതൽ ആ ലെസൺ ആണ് നമ്മൾ പഠിക്കുന്നത്, അതായത് വൃത്തങ്ങളും കോണുകളും. ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കുറെ കാര്യങ്ങൾ നമ്മൾ ആവർത്തിക്കേണ്ടിയിരിക്കുന്നു, ഓർമ്മപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അപ്പൊ നമുക്ക് സർക്കിളിനെ കുറിച്ചും നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച സർക്കിളിന്റെ ഭാഗങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഒരു സർക്കിളിന്റെ ചിത്രമാണ് വച്ചിട്ടിരിക്കുന്നത്. സർക്കിളിനെ നമുക്ക് എങ്ങനെ നിർവചിക്കാം, വൃത്തത്തിനെ എങ്ങനെ നിർവചിക്കാം? ഒരു ബിന്ദുവിൽ നിന്ന് തുല്യ അകലത്തിലുള്ള അനേകം ബിന്ദുക്കളുടെ ഒരു കളക്ഷൻ. അനേകം എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ്, നമുക്ക് എണ്ണാൻ പറ്റില്ല. ബിന്ദുക്കളുടെ കളക്ഷനെയാണ് നമ്മൾ എന്താ പറയാ, വൃത്തം എന്ന് പറയുന്നത്. ഈ ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള ഏത് ബിന്ദു എടുത്താലും അതിന്റെ അകലം എന്തായിരിക്കും? തുല്യമായിരിക്കും. നമുക്ക് വൃത്തത്തിൽ നിന്ന് ഈ ബിന്ദുവിന് നമുക്ക് കേന്ദ്രം എന്ന് പറയാം, സെന്റർ ഓഫ് ദ സർക്കിൾ. ഈ സെന്ററിൽ നിന്ന് ഒരു ബിന്ദുവിലേക്ക്, ഏതൊരു ബിന്ദുവിലേക്കുള്ള അകലം അതിന്റെ റേഡിയസ് എന്ന് പറയാം, ആരം എന്ന് പറയും. ഇതിന് എന്താ പറയാ? റേഡിയസ്. അതിന് R എന്നുള്ള അക്ഷരമാണ് ഉപയോഗിക്കുന്നത്. ഈ സെന്ററിൽ കൂടി, കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്നതും മറ്റു രണ്ട് ബിന്ദുക്കളെ യോജിപ്പിക്കുന്നതുമായ രേഖയ്ക്ക് നമ്മൾ എന്താ പറയാ? വ്യാസം എന്ന് പറയും. എന്താ പറയും? വ്യാസം, ഡയമീറ്റർ. ഡയമീറ്റർ, വ്യാസം. അതിന് D എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി വൃത്തത്തിൽ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കളെ യോജിപ്പിച്ചുണ്ടാകുന്ന വരയ്ക്ക് നമ്മൾ എന്താ പറയാ? കോഡ് എന്ന് പറയും. എന്താ പറയാ? കോഡ്. അതായത് ഞാൻ, മലയാളത്തില് ഞാണെന്ന് പറയും. ഏത് രണ്ട് ബിന്ദുക്കളെ യോജിപ്പിച്ചുണ്ടാകുന്ന, കേന്ദ്രത്തിൽ കൂടി പോകുന്നതിന് വ്യാസം, അതാണ് ഏറ്റവും വലിയ ഞാൻ. ബിഗ്ഗസ്റ്റ് കോഡ് ഈസ് ഡയമീറ്റർ. ഇതിനെയും കോഡെന്ന് നമുക്ക് അനേകം കോഡുകൾ വരയ്ക്കാം. അപ്പൊ സെന്റർ എന്താണെന്ന് അറിയാം, റേഡിയസ് മനസ്സിലായി, ഡയമീറ്റർ എന്താന്ന് മനസ്സിലായി. ഇനി ഞാൻ മറ്റൊരു ചിത്രം വരച്ച് കുറച്ചധികം കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. നേരത്തെ നമ്മള് കോഡ് എന്താണെന്നും സെന്റർ എന്താണെന്നും റേഡിയസ് എന്താണെന്നും ഡയമീറ്റർ എന്താണെന്നും പഠിച്ചു കഴിഞ്ഞു. സെന്റർ. ഇനി നമുക്ക് ഇവിടെ നോക്കിക്കേ, ഏതെങ്കിലും ഒരു രണ്ട് ബിന്ദുക്കൾ ഈ ഭാഗത്തിൽ നമ്മൾ എന്താ പറയാ? ആർക്ക് ഓഫ് ദ സർക്കിൾ. ആർക്കിന്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും അല്ലേ? കേർവ്ഡ് ആയിരിക്കും. നമുക്ക് എത്ര ആർക്കുകളും ഒരു വൃത്തത്തിൽ നിന്നും കണ്ടെത്താം? ഒരുപാടെണ്ണം നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പൊ ഇതിനെയാണ്, ഈ ഇങ്ങനെയുള്ള പോർഷനാണ് നമ്മൾ ആർക്ക് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് പോയിന്റ് എടുത്ത്, ഇതെന്താണ്? ആർക്ക് തന്നെയാണ് അല്ലേ? അപ്പം നമുക്കിനി ഇവിടെ നോക്കിയ, നേരത്തെ ഞാൻ കോഡെന്ന് പറഞ്ഞു. ഇവിടെ നോക്കിക്കേ, ഒരു കോഡാണുള്ളത് അല്ലേ? ഞാൻ ഈ കോഡിന് ഇവിടെ ഷെയ്ഡ് ചെയ്യാം. അപ്പം ഈ ആർക്കും ഈ കോഡും കൂടി ചേരുന്ന പോർഷൻ നമ്മൾ പറയുന്ന പേരാണ് സെഗ്മെന്റ്. എന്താ പറയാ? സെഗ്മെന്റ്. 180 കുറവായതുകൊണ്ട് നമുക്ക് ഈ സെഗ്മെന്റിനെ മൈനർ സെഗ്മെന്റ് എന്ന് പറയാം. മൈനർ സെഗ്മെന്റ്. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തിനോ, ഇതാ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ബാക്കി ഉള്ള ഭാഗത്തിന് നമുക്ക് എന്താ പറയാം? മേജർ സെഗ്മെന്റ്. മേജർ സെഗ്മെന്റ്. അപ്പം സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് ദിസ് കോഡ്, ആർക്ക് ഇൻക്ലൂഡിങ് ദിസ് കോഡ്, ദിസ് പോർഷൻ ഈസ് കോൾഡ് ആസ് സെഗ്മെന്റ് ഓഫ് ദ സർക്കിൾ. ഇനി നോക്കിക്കേ, ഈ സെന്ററിൽ നിന്ന് ഞാനൊരു റേഡിയസ് വരയ്ക്കുന്നത്, ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം. മറ്റൊരു റേഡിയസ് ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സെൻറ്ററിൽ ഒരു ആംഗിൾ കിട്ടി അല്ലേ? ഈ ആംഗിളിന് പറയുന്ന പേരാണ് സെൻട്രൽ ആംഗിൾ. ഇതാണ് സെൻട്രൽ ആംഗിൾ. നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. ഇപ്പോൾ സെൻട്രൽ ആംഗിൾ എന്താന്ന് പറഞ്ഞ്, ഈ ആംഗിള് ഞാൻ എന്താ
ഇങ്ങനൊരു പോർഷൻ ഇതിൽ നിന്ന് എടുക്കുവാണ്. രണ്ട് റേഡിയസും ഈ ആർക്കും കൂടെ ചേരുന്ന പോർഷനെയാണ് നമ്മൾ എന്താ പറയുക, സെക്ടർ എന്ന് പറയും. അപ്പം നമ്മൾ സെൻട്രൽ ആംഗിൾ, സെഗ്മെന്റ്, സെക്ടർ എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇതൊരു സർക്കിളാണ്, സെന്റർ. നേരത്തെ ഞാൻ സെക്ടർ ഒക്കെ കാണിച്ചു തന്നു. ഈ ആംഗിൾ നമ്മൾ പറയുന്ന പേരാണ് സെൻട്രൽ ആംഗിൾ. ഈ സെൻട്രൽ ആംഗിളിന് എക്സ് ഡിഗ്രി എന്ന് നമ്മൾ കൊടുക്കുകയാണ്. സെൻട്രൽ ആംഗിൾ എന്ത് കൊടുക്കുന്നു? എക്സ് ഡിഗ്രി. അപ്പം ഈ ആർക്കിന്റെ എൻ പോയിന്റ്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞാൻ ഒരു ലൈൻ വരയ്ക്കുകയാണ്. രണ്ട് ആർക്കിന്റെ എൻ പോയിന്റ്സിനെ ജോയിൻ ചെയ്ത് ലൈൻ വരയ്ക്കും. അപ്പൊ ഇവിടെ ഒരു ആംഗിൾ കിട്ടി നമുക്ക്, അല്ലേ? ആ ആംഗിള് ഈ ആംഗിളിന്റെ പകുതിയായിരിക്കും. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് ഈ കേന്ദ്ര കോണിന്റെ പകുതിയാകുന്നത്? നേരത്തെ പറഞ്ഞ തത്വം, അതായത് പ്രോപ്പർട്ടി തെളിയിക്കാൻ പോവാണ്. അതിന് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യാണ്. ഇവിടെ ഒരു നോക്കിയാൽ നമുക്ക് ഇത് റേഡിയസ്, ഇതും റേഡിയസ്, ഇതും റേഡിയസ്, രണ്ട് ട്രയാങ്കിൾ കിട്ടി. ഈ രണ്ട് റേഡിയസും രണ്ട് സൈഡും ഈക്വൽ ആയതുകൊണ്ട്, അതായത് റേഡിയസ് ഈക്വൽ ആയതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് എക്സ് എന്ന് പേര് കൊടുക്കാം, ഇതിനും എക്സ് എന്ന് പേര് കൊടുക്കാം. ഇതിപ്പോ ഐസോസെലസ് ട്രയാങ്കിളായി. ഐസോസെലസ് ട്രയാങ്കിള് എന്താണ്? അതിന്റെ പ്രോപ്പർട്ടി എന്താണ്? Angles opposite equal sides are equal. Sides opposite equal angles are equal. Sides equal ആണ്, അതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ. ഇപ്പുറത്തെ ട്രയാങ്കിൾ അത് തന്നെയാണ്, ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, സമപാർശ്വ ത്രികോണം. അപ്പൊ ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമുക്ക് y എന്ന് പേര് കൊടുക്കാം. ഇവിടെയും y, ഇവിടെയും y. ഇനി sum of these two angles x plus y. അപ്പൊ ഈ ആംഗിള് നമുക്ക് കണ്ടുപിടിക്കണം, അല്ലേ? അപ്പം അതിന് ഞാൻ ഇങ്ങോട്ട് ലൈൻ വരയ്ക്കാം, ഇങ്ങോട്ട് ലൈൻ വരയ്ക്കാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഞാൻ വേറൊരു ചിത്രം കാണിച്ചു തരാം. ഇത് എക്സ്, ഇതും എക്സ് ആണെങ്കിൽ ഇത് എക്സ്ട്രാ ആംഗിൾ പ്രോപ്പർട്ടി. എക്സ്ട്രാ ആംഗിൾ പ്രോപ്പർട്ടി എന്താണ്? സം ഓഫ് ഇന്റീരിയർ എക്സ്ട്രാ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ. ഇത് എക്സ്, ഇത് എക്സ്, അപ്പൊ ഇവിടെ 2x വരും. അപ്പൊ ഇവിടെ എക്സിന് വരും, ഇവിടെ y ആണെങ്കിൽ ഇവിടെ എന്താ വരും? 2x മാറി x പ്ലസ് y എന്ന് വരും, അല്ലേ? ഇവിടെ എക്സും എക്സും, അപ്പൊ ഈ എക്സ്ട്രാ ആംഗിൾ എത്രയായിരിക്കും? 2x എന്ന് വരും. ഇവിടെ y, ഇവിടെ y, അപ്പൊ ഈ എക്സ്ട്രാ ആംഗിൾ എത്രയായിരിക്കും? 2y എന്ന് വരും. അപ്പൊ നമുക്ക് മൊത്തം ഈ ആംഗിൾ കിട്ടും, അല്ലേ? അപ്പൊ ഞാൻ പേര് കൊടുക്കുകയാണ് എ ബി സി, ദിസ് ഈസ് O. ആംഗിൾ എ ഈക്വൽസ്, എ എന്ന് പറയുമ്പോൾ ഈ ഫുൾ ആംഗിൾ എക്സ് പ്ലസ് വൈ. ആംഗിൾ BOC ഈക്വൽസ് 2x പ്ലസ് 2y. അതായത് ഇതിന് 2 എടുത്തൂടെ നമുക്ക്? 2 into x plus y. അതായത് ഈക്വൽ ടു 2 ആംഗിൾ A. 2 angle x plus y is angle A. Angle BOC equals 2 angle A. Therefore, angle A equals half angle BOC. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പ്രൂഫ്. അതായത് നമുക്ക് ഐസോസെലസ് ട്രയാങ്കിൾ കിട്ടി. നമ്മൾ ഐസോസെലസ് ട്രയാങ്കിളില് ആംഗിൾസ് കൊടുത്ത് നമുക്ക് എന്ത് കിട്ടി? എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി അവിടെ ഉപയോഗിച്ച് നമ്മൾ ഇവിടെ 2xും 2yയും കണ്ടുപിടിച്ചു. ആംഗിൾ എ ആഡ് ചെയ്തു. അപ്പൊ അതിൽ നമ്മൾക്ക് കിട്ടിയ പ്രോപ്പർട്ടി എന്താണ്? ആംഗിൾ എയും
ആംഗിൾ ബി ഒ സിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ആംഗിൾ ബി ഒ സി ആംഗിൾ എയുടെ ഇരട്ടിയായിരിക്കും, അല്ലെങ്കിൽ ആംഗിൾ എ എന്ന് പറയുന്നത് ബി ഒ സിയുടെ പകുതിയായിരിക്കും. നമുക്കെങ്കിൽ ആ പ്രോപ്പർട്ടി എങ്ങോട്ട് എഴുതാം? നമുക്ക് ഇതെങ്ങനെ എഴുതാം? ദ ആംഗിൾ മേഡ് ബൈ ദ ആംഗിൾ made by the ends of the arc. Ends എന്ന് പറഞ്ഞാൽ അറ്റങ്ങൾ. Ends of the arc and angle made by the ends of the arc at the point on the circle. At the point on the circle. അതായത് ഈ എൻഡിൽ നിന്ന് ജോയിൻ ചെയ്തുണ്ടാക്കിയ ആംഗിൾ ആണ് ഈ ആംഗിൾ. ആംഗിൾ മേഡ് ബൈ ദ എൻഡ്സ് ഓഫ് ദ ആർക്ക്. ഈ ആർക്കിന്റെ ബി സി എന്ന് പറഞ്ഞ ആർക്കിന്റെ എൻഡിൽ ഉണ്ടാകുന്ന ആംഗിൾ എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. നമുക്ക് എന്തായിട്ട് സെൻട്രൽ ആംഗിൾ, ഈ ആംഗിൾ എന്താ പറയാ? സെൻട്രൽ ആംഗിൾ ഓഫ് ദ ആർക്ക്. സെൻട്രൽ ആംഗിൾ, സെൻട്രൽ ആംഗിൾ ഈ ആർക്കിന്റെ സെൻട്രൽ ഉണ്ടാകുന്ന ആംഗിൾ. ഈ ആർക്കിന്റെ എൻ പോയിന്റ്സ് ജോയിൻ ചെയ്തല്ലേ സെൻട്രൽ ആംഗിൾ ഉണ്ടായത്. അപ്പൊ സെൻട്രൽ ആംഗിൾ ഓഫ് ദ ആർക്ക് എത്രയാണ്? 2x plus 2y, അതായത് 2 into x plus y എന്ന് കിട്ടി. Therefore x plus y is equal to half of ഏതാണ്? ആംഗിൾ മേഡ് ബൈ ദ എൻഡ്സ് ഓഫ് ദ ആർക്ക് അറ്റ് ദ പോയിന്റ് ഓൺ ദ സർക്കിൾ. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടി എന്തായിട്ട് വരും? നമ്മുടെ പ്രോപ്പർട്ടി എന്തായിട്ട് വരും? ഈക്വൽ ഹാഫ് സെൻട്രൽ ആംഗിൾ, ഹാഫ് സെൻട്രൽ ആംഗിൾ of the x plus y is equal to half the central angle of the arc. അപ്പോൾ ഇതിന് നമുക്ക് പ്രോപ്പർട്ടി മൊത്തത്തിൽ എഴുതാം. എന്താണ് പ്രോപ്പർട്ടി? The angle made by the ends of the arc at the point on the circle is half the central angle of the arc. മനസ്സിലായോ? നമുക്കിത് അങ്ങോട്ട് എഴുതാം. Angle, the angle made by the ends of the arc at the points on the circle, points on the circle is half the central angle, half the central angle. ഇതാണ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. എന്താണ്? The angle made by the ends of the arc at the points on the circle is half the central angle. അതായത് ഇത് നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഈ ആർക്കിന്റെ എൻഡിൽ ഉണ്ടാകുന്ന അതർ സൈഡ് ഓഫ് ദ ആർക്ക്, ഈ ആർക്കിന്റെ ഓപ്പോസിറ്റ് ആർക്ക് ഉണ്ടാകുന്ന ആർക്കിലുണ്ടാകുന്ന ആംഗിള് ഈ സെൻട്രൽ ആംഗിൾ കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും. ഇത് 100 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 50 ആയിരിക്കും. ഇത് 50 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 100 ആയിരിക്കും. പകുതി ഇരട്ടി. കേന്ദ്രത്തില് ഇരട്ടി, മുകളില് പകുതി. അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രയും എടുക്കുന്നുള്ളൂ. ബാക്കി കുറെ പോയിന്റ്സും പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനുണ്ട്. ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു, കരുതുന്നു. ഇനി ബാക്കിയുള്ള പ്രോപ്പർട്ടീസും എല്ലായിട്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ. ഓക്കെ.